വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. ഇടറുന്ന കല്ലിൽ നിന്നും കരുത്തുറ്റ പാറയിലേക്കൊരു ജീവിതയാത്ര. കോഴിക്കോട് അതിരൂപതയുടെ ത്രസ്കാന്തോസ് വചന വിചിന്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യേശുവും ശിഷ്യന്മാരും കെസറിയ ഫിലിപ്പിയിലാണ്. ഫിലിപ്പ് രാജാവ് സീസറിൻ്റെ നാമത്തിൽ പണികഴിപ്പിച്ച നഗരം, വിഗ്രഹാരാധന കൊടുമ്പിരി കൊള്ളുന്നിടം, യവനദേവന്മാരെ ആരാധിക്കുന്ന മണ്ണ്. ഇവിടെ വച്ചാണ് ഇന്നും മനുഷ്യ മനസ്സുകളിൽ തുളച്ചു കയറുന്ന ആ ചോദ്യം അലയടിച്ചു വരുന്നത്: ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? യവനദേവന്മാരിൽ ഒരാളായിട്ടാണോ ഇവരും എന്നെ പരിഗണിക്കുന്നത് എന്നറിയുവാനായിട്ടുള്ള മനുഷ്യപുത്രൻ്റെ അതിയായ ആഗ്രഹം. ഒറ്റ ചോദ്യം കൊണ്ട് ഒന്നാമനാകാൻ ഭാഗ്യം ലഭിച്ച പത്രോസാണ് ഇതിനുത്തരം നൽകുന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പഞ്ഞിക്കെട്ടിന് പാറയായി മാറുവാൻ ലഭിച്ച അസുലഭമായ നിമിഷമായതുകൊണ്ടാവണം ക്രിസ്തു അവനെ ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിച്ചത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ വെളിപാട് ലഭിച്ച ഭാഗ്യവാൻ. ഭാഗ്യ നിർഭാഗ്യങ്ങളൊക്കെ മനുഷ്യ സഹജമാണ്. തൊട്ടടുത്ത വരികളിൽ യേശു തൻ്റെ സഹനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പത്രോസിൻ്റെ ഉള്ളിലെ നിർഭാഗ്യം മെല്ലെ തലയുയർത്തുന്നുണ്ട്. ദൈവികമല്ലാത്ത ചിന്തയെ ക്രിസ്തു വിശേഷിപ്പിക്കുന്നത് സാത്താൻ എന്നാണ്. ശരിക്കും പത്രോസ് ഒരു പാറയാണോ അതോ തടസ്സം നിൽക്കുന്ന കല്ലാണോ? ഉത്തരം വളരെ സിമ്പിളാണ്. അവൻ പാറയും തടസ്സവുമൊക്കെയായ ഒരു പച്ചയായ മനുഷ്യനാണ്. കടലിനു മീതെ നടന്നു വരുന്നത് യേശുവാണെന്നറിഞ്ഞ് അവൻ കടലിനു മീതെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഭയം നിമിത്തം അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നു. യേശുവിൻ്റെ പിന്നാലെ വന്നവരിൽ പലരും നിൻ്റെ വാക്കുകൾ വളരെ കഠിനമാണ് എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുമ്പോൾ യേശു ഈ 12 പേരോടുമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകണമോ എന്ന്. പത്രോസാണ് അതിന് മറുപടി കൊടുക്കുന്നത്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ എന്ന്. ഇതേ പത്രോസ് കുറച്ച് നാളുകൾക്ക് ശേഷം യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നുണ്ട്. പത്രോസിൻ്റെ ഉള്ളിലെ ഈ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെയൊക്കെ സമ്മിശ്രമായ കൂട്ടായ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോട് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. ചിലപ്പോഴൊക്കെ ഭാഗ്യം നമ്മളോടൊപ്പമുള്ളപ്പോൾ ദൈവാരാധനയും വിശ്വാസവും മുമ്പോട്ടുള്ള യാത്രയുമൊക്കെ വളരെ തീഷ്ണതയും ധൈര്യവുമൊക്കെ നിറഞ്ഞതാണ്. ചിലപ്പോഴൊക്കെ നിർഭാഗ്യം നമുക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ശൈലിയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രത്യാശയും മുമ്പോട്ടുള്ള യാത്രയുമൊക്കെ മെല്ലെ സങ്കടകരവും വലിയ ധൈര്യമൊന്നും ഇല്ലാത്തതുമായി പരിണമിക്കാറുണ്ട്. മാറി മറിയുന്ന ജീവിതശൈലികൾക്ക് നടുവിലും പത്രോസിനെ കൈവിടാത്ത ക്രിസ്തുവിലേക്കാണ് നാം നോക്കേണ്ടത്. ഓണക്കോടി എടുത്തുള്ള റീൽസും സ്റ്റാറ്റസുമൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ അപ്ലോഡ് ചെയ്തതിനേക്കാൾ ഡിലീറ്റ് ചെയ്തവയാണ് ഏറെയും. കാരണം നമ്മളൊക്കെയും നമ്മുടെ നല്ല ഭാഗങ്ങളെ മാത്രം മറ്റുള്ളവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ക്രിസ്തു അങ്ങനെയല്ല. ഒരു പെർഫെക്റ്റായ ആളെ തപ്പി വന്ന ആളല്ല ക്രിസ്തു. മറിച്ച് ബലഹീനനും ദുർബലനും രോഗിയുമൊക്കെയായ ആളെ അന്വേഷിച്ചിറങ്ങിയവനാണ്. നമ്മുടെ കുറവുകളിലും നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ് അവൻ. ആ ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള യാത്രയാണ് ഓരോ മനുഷ്യ ജീവിതവും. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ഒഡീസി എന്ന ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമയിൽ വർഷങ്ങളായിട്ടും യുദ്ധത്തിന് പോയി മടങ്ങിയെത്താത്ത ഒഡീസിയസ് എന്ന അപ്പനെ തപ്പിയിറങ്ങുന്ന ടെലിമക്കസ് എന്ന മകൻ്റെ കഥ പറയുന്നുണ്ട്. അപ്പനെ തപ്പിയുള്ള യാത്രയിലുടനീളം അവൻ ബലഹീനനും ദുർബലനുമൊക്കെയാണ്. കൂടുതൽ യാത്ര തുടരുന്ന സമയത്ത് മറ്റുള്ളവർ തൻ്റെ അപ്പനെക്കുറിച്ചും അപ്പൻ്റെ ധൈര്യത്തെക്കുറിച്ചുമൊക്കെ അവനോട് വർണ്ണിച്ചു കൊടുക്കുമ്പോൾ അവൻ മെല്ലെ മെല്ലെ അവനെ തന്നെ ബലപ്പെടുത്തുന്നുണ്ട്. ഒടുവിൽ അപ്പനെ കണ്ടെത്തി അവൻ കൊട്ടാരത്തിൽ മടങ്ങിയെത്തുമ്പോൾ അങ്ങോട്ട് പോയ ഒരാളല്ല, മറിച്ച് ധീരനായ ഒരു യുവാവായി ഈ ടെലിമക്കസ് മാറുന്നുണ്ട്. ക്രിസ്തു എനിക്കാരാണെന്ന് കണ്ടെത്താനുള്ള എൻ്റെ ജീവിതയാത്രയിൽ അവനെ കൂടുതൽ അറിയും തോറും ഞാനും മെല്ലെ ബലപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും
ജീവിതയാത്ര ഈ ക്രിസ്തു എനിക്ക് ആരാണെന്നുള്ള ആ ഭാഗ്യത്തെ തിരിച്ചറിയലാവട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.